ഹലോ എവ്രി വൺ, എല്ലാവർക്കും സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2023 ഫേസ് 2 10th പ്രിലിംസിലെ 5th സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മുഴുവൻ GK ചോദ്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി ശ്രീയുഷ് ഷറഫ് അലിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ഷെയ്പ്പ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? അപ്പോൾ 21 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി പി വത്സലയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 22 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. അതുപോലെ 23 ലഭിച്ചത് ഡോക്ടർ SK വസന്തൻ എന്ന എഴുത്തുകാരനാണ്. 24 റീസണായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് NS മാധവൻ എന്നുള്ള എഴുത്തുകാരനാണ് 24 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. ഇനി അടുത്ത ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ് 22 സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ കൃതികൾ ഉൾപ്പെടാത്ത കൃതികളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടയാളങ്ങൾ, കൈമുദ്രകൾ, അതുപോലെ പേടി സ്വപ്നങ്ങൾ ഇതെല്ലാം സേതുവിൻ്റെ കൃതികളിൽ പെട്ടതാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ദിവസമാണ് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ഇനി അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി TK മാധവനാണ് ശരിയായിട്ടുള്ള ഉത്തരം. എട്ടാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആൻസറാണ്. ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. ഇനി അടുത്തത്, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഓപ്ഷൻ എ 3 മാത്രം എന്നുള്ളതാണ്. അതായത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ ഡി ഗോദാവരി. 12ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, അതുപോലെ താരതമ്യേന വീതി കൂടുതൽ. ഈ 2 പ്രസ്താവനകളുമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1853 കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഓപ്ഷൻ ഡി ജാറിയ. ഇനി 15ാമത്തെ ചോദ്യം, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല? നമുക്കറിയാം റൂർക്കേല എന്നാണ് നമ്മൾ പൊതുവെ കോമൺ ആയിട്ട് പറയുക, പക്ഷേ അതിന് മുഴുവൻ പേരുണ്ട് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഉത്തർപ്രദേശാണ് ശരിയായിട്ടുള്ള ഉത്തരം. 17ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? അപ്പോൾ നമ്മളത് കോമൺ ആയിട്ട് കുറേ സ്റ്റേജിൽ കണ്ട ചോദ്യമാണ്. ഓപ്ഷൻ സി ദേശീയ ജലപാത 3 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. ബാക്കി രാജ്യങ്ങളെല്ലാം കിഴക്ക് ഭാഗത്ത് വരുന്ന രാജ്യങ്ങളാണ്. അടുത്ത ചോദ്യം, യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 20ാമത്തെ ചോദ്യം, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത അല്ലാത്തത്. ഇനി 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി അനുച്ഛേദം 21A എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ ബി ഭാഗം 4A ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
അടുത്ത ചോദ്യം ദേശീയഗാനം ആയ ജനഗണമന രചിച്ചത് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോറാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ദേശീയ ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇയർ കൂടി PSC ചോദിക്കാറുണ്ട്. 1896 കൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയഗീതം ആദ്യമായിട്ട് ആലപിച്ചത്. ഇനി അടുത്ത ചോദ്യം ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ ഡി 3:2. നീളം വീതി എന്നുള്ളത് മാറി വീതി നീളം എന്നൊക്കെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12 എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005. ഇനി 28ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവയാണ്. കടുവ ആവുന്നതിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ എ രാമൻ നമ്പി. ഇനി 33ാമത്തെ ചോദ്യം ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബ്രസീൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. 36ാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം സ്ഥിരമായിട്ട് PSC ചോദിക്കുക, എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഓപ്ഷൻ സി 1919, അതായത് 1919 കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. 38ാമത്തെ ചോദ്യം സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഓപ്ഷൻ ബി ബക്രാനങ്കൽ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ റൗലറ്റ് ആക്ട്. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഇടുക്കിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ ബി PT ഉഷ. ഇനി കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 2017 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തത്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി പാമ്പാർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 45ാമത്തെ ചോദ്യം പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഓപ്ഷൻ ബി നഞ്ചിയമ്മ. അടുത്ത ചോദ്യം കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി ഇരവികുളം. ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. ഇനി വരുന്ന എക്സാമുകളിലൊക്കെ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
ഇനി അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഓപ്ഷൻ ബി അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ഇനി വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1924. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി അരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി കേളപ്പൻ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും ഓരോ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയ വ്യക്തികളെക്കുറിച്ച് സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപകൻ അപ്പു നെടുങ്ങാടിയാണ്, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഓപ്ഷൻ എ പാരീസ്. ഇനി അവസാനത്തെ ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് മുൻപത്തെ വീഡിയോയിലും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡായിട്ട് വീണ്ടും വീണ്ടും പറയേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റേജിൽ, അതായത് 23 ഒരു ഫസ്റ്റ് ഫേസിൽ നടന്ന 10th പ്രിലിംസിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.